ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ രതീഷിനോട് പൊട്ടിത്തെറിക്കുന്നതാണ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. ജാൻമണിയും രതീഷുമായിട്ട് അന്നുണ്ടായ ഇഷ്യൂ ആണ് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നത്. ജാൻമണി സിഗരറ്റ് അടുപ്പിൽ നിന്നും കത്തിക്കുകയും അത് വലിയ ഷൗട്ട് ചെയ്തായിരുന്നു രതീഷ് എന്ന് ജാൻമണിയോട് സംസാരിച്ചത്. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് രതീഷ് അവിടെ അന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ജാൻമണിയോട്. അപ്പൊ അതിന് ഇത്രമാത്രം ഇമോഷണൽ ആയി എന്തിനാണ് വീട് കത്തി പോവായിരുന്നോ എന്നാണ് ലാലേട്ടൻ വന്നപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ രതീഷ് പറയുകയാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതുകൊണ്ടാണെന്നൊക്കെ പറയും. ചെയ്യാവുന്ന കാര്യം മാത്രമാണോ നിങ്ങളപ്പോ ചെയ്യാറുള്ളൂ എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണമെന്നും ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് വരരുതെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. എന്താണ് ഈ ഷോ എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ രതീഷ് പറയുന്നുണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കാന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ തന്നെ ലാലേട്ടൻ പറയും ഇതാണോ മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കാം. രതീഷ് ചിരിക്കുമ്പോൾ ലാലേട്ടൻ നന്നായിട്ട് രതീഷിനോട് ഷൗട്ട് ചെയ്യുന്നതായിട്ട് പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിരിക്കാനല്ല പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ രതീഷിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ പ്രശ്നം എന്തായാലും ലാലേട്ടൻ അപ്പൊ അടിപൊളിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സാധാരണ പോലെ ചായ കുടിച്ച് പോകാനല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഈ പ്രശ്നം അതുപോലെ തന്നെ ബിഗ് ബോസ് ആണെങ്കിലും കണ്ടസ്റ്റൻസിനെയൊക്കെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണെങ്കിലും ബിഗ് ബോസിന്റെ അടുത്ത് രതീഷ് കൺഫെഷൻ റൂമിൽ കരയുമ്പോൾ രതീഷിനോട് പറയുന്നതിന്റെ നാടകമൊന്നും എനിക്ക് കാണണ്ടാന്നുള്ളത്. രതീഷിന് ഈ പ്രശ്നം മാത്രമല്ല സുരേഷായിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലാണ്ട് ജാൻമണിയായിട്ടുള്ള പ്രശ്നമുണ്ട്. ഫുള്ള് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രതീഷിന്റെ ആയിരിക്കും കൂടുതൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ജിൻഡോയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജിൻഡോയും സിജോയുമായിട്ട്. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും ലാലേട്ടൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവര് കണ്ടന്റിന് വേണ്ടി വെറുതെ ബഹളം വയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ലാലേട്ടൻ പറയാനുള്ള സാധ്യത ഉണ്ട്. ആർക്കും തന്നെ ഷോ മനസ്സിലായിട്ടില്ല എന്ന് ലാലേട്ടൻ വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. ജിൻഡോയും സിജോയും വഴക്കൂടുന്നതാണെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത കണ്ടന്റ് ആയിട്ടാണ് തോന്നാറുള്ളത്. അപ്പൊ ലാലേട്ടൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമായിരിക്കും. എല്ലാവരുടെയും കളികളൊന്നും മാറ്റി പിടിക്കാൻ ലാലേട്ടൻ പറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം.